അങ്ങനെ ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. തന്നൊക്കെ ഉണ്ട്, ഷാനു പൊന്നു ചായ കുടിക്കുകയാണ്. ഇന്ന് നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ കയറാൻ പോകും ഇൻഷാ അല്ലാ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ യാത്ര പുറപ്പെടുകയാണ്. അല്ലാ, ഓ പൊന്നു ബാക്കിലായിരുന്നു. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ ആക്ച്വലി ഇപ്പോൾ ചൈനയിൽ ബെയ്ജിങ്ങിലാണുള്ളത്. അപ്പോൾ അവിടുന്ന് ഒരു ബുള്ളറ്റ് ട്രെയിൻ കയറാൻ പോവാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. കാരണം ലൈഫിൽ സത്യം പറഞ്ഞാൽ വലിയൊരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം തന്നെയായിരുന്നു ബുള്ളറ്റ് ട്രെയിൻ. തന്നെ പറഞ്ഞ 1 മണിക്കൂർ എടുക്കും. നമ്മളെ പറ്റിച്ച്. നമ്മളിപ്പോൾ 5:30 ആകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ട്. 7 മണിക്കത്തെ ട്രെയിനിന്. 7 മീൻസ് 7 o'clock. ഇന്ന് തണുപ്പ് കുറവാട്ടോ, എന്തായാലും ജാക്കറ്റെല്ലാം ഉണ്ട്. ആക്ച്വലി ഹോട്ടലിൽ നിന്ന് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 hour എടുക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ വിത്തിൻ 25 minutes കൊണ്ടൊന്ന് എത്തിയിട്ടുണ്ട്. മേ ബി ഏർലി മോർണിംഗ് ആയതുകൊണ്ടാവും. അങ്ങനെ ഇതാണ് നമ്മുടെ എയർപോർട്ട് എന്ന് പറയാൻ പോകുന്നത്, റെയിൽവേ സ്റ്റേഷൻ. നല്ല വലിപ്പമുണ്ട്. എയർപോർട്ട് പോലെ തന്നെ ഉണ്ട് അല്ലേ? എയർപോർട്ട് പോലെ തന്നെ ഉണ്ട്, ബട്ട് ട്രോളി മാത്രമില്ല. എല്ലാരും നടക്കാണ്. പൊന്നു അതിന്റെ അടുക്ക് റീഡ് ചെയ്യാ. ഇവിടെ സംഭവം ഭയങ്കര സ്മൂത്താണ്. എൻ്റെ ഇപ്പം കാണുമ്പോൾ എനിക്കെന്തോ മനസ്സിലാകുന്ന പോലെ ഇല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ സംഭവം ഈസിയാണ്. നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. കാരണം നമ്മൾ കയറുമ്പോൾ റിസർവേഷൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ബാക്കിയെല്ലാം സ്മൂത്താണ്. ജസ്റ്റ് നമ്മളെ ബാഗേജൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്നാൽ ഞാൻ ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇത്ര സമയം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവർ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, സ്കാൻ ചെയ്യുന്നുണ്ട് ബാഗേജൊക്കെ. അതിന് ശേഷം കയറി വിടുന്നുണ്ട്. പക്ഷേ എയർപോർട്ട് കൂടി നമ്മൾ ആകെയുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവിടെ ട്രോളിയില്ല. നമ്മൾ തന്നെ എല്ലാ സാധനവും നമ്മൾ തന്നെ ഉന്തിക്കൊണ്ടുവരണം. പക്ഷെ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം നമ്മളെ പെട്ടിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തള്ളിക്കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സ്മൂത്താണ്. ഇനി നമ്മൾ അവിടെ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിനിൽ കയറിയ വിശേഷങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ എല്ലാം ആളാണ് ഈ ഷാനു. ഷാനുന് എന്താ പറയാനുള്ള? Are you excited? The bullet train? Yeah, I'm very excited. It's the fastest bullet train in the world. എനിക്കൊന്ന് ജപ്പാനെ കാട്ടി വരുത്താ തോന്നുന്നല്ലേ ഇത്? Yes, it's the world longest railway system of bullet trains. Go 350 kilometers per hour. പണ്ട് ഇത് 400 സംതിങ് പോകുന്നു. പക്ഷേ ഇപ്പോൾ എന്താ Safety now 350. 350 ആക്കിയതാണ്. എന്തായാലും എക്സൈറ്റഡ്. I'm going to cover 1,800 kilometers. വിത്തിൻ സാന സാറേ, ഇൻഷാല്ലാ. ഇനി പൊന്നു ഇവിടെ കണ്ട അവൾക്ക് ആ ബുക്ക് ഇന്ന് തന്നെ ഫിനിഷ് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക. എന്തായാലും ട്രെയിനിൽ 7 hours ഉണ്ട് പൊന്നൂസേ. ഇപ്പം നമ്മൾ ബീജിങ്ങിൻ്റെ ബീജിങ് വെസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പറഞ്ഞത്. അവിടെയാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടുന്ന് നമ്മൾ പോകുന്നത് ചെങ്തു, സെൻട്രൽ ചൈന. അതിനെ കുറിച്ചിട്ട് എന്തേ പറഞ്ഞ ഷാനു? എനിക്ക് ഇതിനെ കുറിച്ച് വലിയ വിവരമില്ല. ഓക്കെ, അതായത് നമ്മൾ ചായയില്ല, ശരിക്കും ചൈനക്കാരാണ് ചായ കൊണ്ടുവന്നത്. അപ്പോൾ ഇവരുടെ ഫേമസ് ചായകൾ അവിടെ നിന്ന് കുടിക്കാൻ പറ്റുമെന്ന് നോക്കാം. പാൻറ്റിൻ്റെ ഉണ്ട്. ഇതാണ് തന്നുക. നമുക്ക് എല്ലാ സാധനങ്ങളും വായിച്ചു കൊണ്ട് തരും. പൊന്നൂൻ്റെ ആ ബുക്കിൻ്റെ തീരുന്നില്ല വായന. രാവിലെ തന്നെ നമ്മൾ സ്നിക്കേഴ്സ് കഴിക്കണം. സ്നിക്കേഴ്സിൻ്റെ പരസ്യമൊക്കെ, കാരണം സ്നിക്കേഴ്സ് കഴിച്ചാൽ വേഗം വരും. തൽക്കാലം ഒന്ന് ഫുള്ളാവും. ബാക്കി ഷോപ്പ് ബാക്കി ട്രെയിനിനും നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ചെയ്യുന്ന പോലെ. Train there's some system you can actually order food and when you reach the station
They'll give the food to us. അത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. Yeah. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറാൻ പോണ്ട്. ഹായ് പൊന്നു. അങ്ങനെ നമ്മളെ ബുള്ളറ്റ് ട്രെയിൻ നോക്കിയാ. ഒരു കാര്യം കൂടി മെയിനായിട്ട് പറയാനുള്ളത്, നമ്മൾ ആക്ച്വലി ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അവർ നമ്മുടെ പാസ്പോർട്ട് നമ്പർ കൂടി ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ പാസ്പോർട്ടായിട്ട് ലിങ്ക് ആവും നമ്മൾ എടുക്കുന്ന ടിക്കറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനോ ഈവൻ മെയിൻ അട്രാക്ഷനും എവിടെയാണെങ്കിലും നമ്മൾ ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. അല്ലാണ്ട് നമ്മളിപ്പോൾ നോ നീഡ് ഫോർ എ പേപ്പർ ടിക്കറ്റ്. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ചൈനയിൽ നമ്മുടെ പാസ്പോർട്ട് കയ്യിൽ കരുതണമെന്ന് പറയുന്നത്. നമ്മളങ്ങനെ ബുള്ളറ്റ് ട്രെയിനിൽ കയറിയ ഉടനെ പൊന്നു ഇങ്ങനെ പറയായിരുന്നു വാഷ്റൂം നല്ല നീറ്റാണെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ലഗേജൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് വന്ന് ജസ്റ്റ് വേഗം പുറത്തിറങ്ങി. കാരണം അതിൻ്റെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ കുറച്ച് സമയം മാത്രമേ അവിടുന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ വേഗം ഓടിച്ചെന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു പേടിയാണ് പോലെ എൻ്റെ മാമൻ്റെ ഒരു ഫോട്ടോ എടുത്തരേ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി പോലെയുള്ള ഒന്ന് ഫ്രീ ആയി. ഷാനു ഒരു കുട്ടി പൊന്നുവാണെങ്കിൽ വായനയിൽ മുഴുകിയിരിക്കുക. അതാ അഫിക്കോ നല്ല ഫുള്ള് വലിയ വിൻഡോ കിട്ടിയില്ലേ? പറ്റൂ. ഇത് കണ്ട ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ക്ലീൻ ആക്കുന്നുണ്ട്. പ്ലീസ് പുട്ട് യുവർ ലഗേജ് സേഫ്ലി. -40. നമ്മളെ തന്നെ ലാസ്റ്റത്തെ Speed 342 km/h. Oh my gosh. the side view is going like It's so fast and I slowly increase the speed. double first time 348 km speed. നല്ല ഉറക്കത്തില്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. I don't understand what's going on here. കാണുന്നില്ല നിങ്ങൾ എന്താ ഇതാ ഡ്രസ്സിലൊന്നും ആക്കരുതേ മക്കളെ. അത് വാട്ടറി അങ്ങനെ എന്തെങ്കിലാ ലിക്വിഡാ? There's liquid and ഇതാ ഡ്രസ്സിലാക്കരുതേ ഷാനു പൊന്നു. I can't open it. ഫൈനലി മുട്ട കിട്ടി. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഷാനു? നല്ല മുട്ടയായിരുന്നു. എങ്ങനെയുണ്ട് പൊന്നു സാർ? There's like fish. ഫിഷ് അത് ഷാനു അങ്ങനെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷൻ എത്താൻ പോവാണ്. സ്റ്റേഷൻ എത്തി. അപ്പം നെക്സ്റ്റ് സ്റ്റേഷൻ എത്തി. ആൾക്കാർ കയറുന്നുണ്ട്. ഇറങ്ങുന്നതാണെന്നുണ്ട് അല്ലേ? അതുപോലെ മോസ്റ്റ്ലി എല്ലാവരും നമ്മളെ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ പൊന്നൂര് നല്ല ഉറക്കം വരുന്നുണ്ട്. പൊന്നുകുട്ടി IUCP കുറച്ച് ഉറങ്ങിക്കോ. ടൈമുണ്ട് കുത്തേ ഉറങ്ങിക്കോ.
ഷാനിന് കുറച്ച് ഉറക്കം വരുന്നുണ്ട്. കുറച്ച് ഉറങ്ങിക്കോട്ടാ. ട്രെയിൻ ഓൾവേസ് ഓൺ ടൈം. 8:1 എന്ന് പറയുമ്പോൾ 8:1, 8:3 എടുക്കുന്നുണ്ട്, 8:3 എടുത്ത് 2 minutes. അപ്പോഴത്തേക്ക് നമ്മുടെ ബിലോങ്സിങ്സ് കൊണ്ട് അപ്പം തന്നെ ഇറങ്ങണം. ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ ട്രെയിൻ എടുത്തിട്ടുണ്ട്. 2 minutes കറക്റ്റ് നിർത്തുന്ന. നെക്സ്റ്റ് സ്റ്റേഷൻ ജങ്ജോക്തോ. ഇവർ ചൈനീസിലും ഇംഗ്ലീഷിലും പറയുന്നുണ്ട്, നമുക്ക് ഈസിയാണ്. ഇനി ഞാൻ കുറച്ച് മയങ്ങട്ടെ. ഈ ഒരു യാത്ര തന്നെ മനസ്സിലാകുന്നുണ്ട്, ഇതൊരു വലിയ കൺട്രിയാണല്ലേ. ഇവിടെ ഇങ്ങനെ വന്നോണ്ടേയിരിക്കുന്നു. അതവര് ചോപ്സ്റ്റിക്സ്. ഇതണ്ട നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇതിൽ ആൾക്കാർ ഓടിക്കയറാൻ പറ്റില്ല. ഡോർ ക്ലോസ്ഡ് ആണ്. അത് ഓട്ടോമാറ്റിക്കലി എല്ലാം ക്ലോസ്ഡ്. ഇതൊക്കെയാ ഹായ് ഹലോ. പൊന്നൂനോട് ചൈനീസ് സംസാരിക്കുന്നു ഇവിടെ എല്ലാവരും. എല്ലാം മൊത്തം ഒരു ഫ്ലാറ്റ് ലൈഫാണ് തോന്നുന്നു അല്ലേ. നമ്മളൊരു വീടും കണ്ടിട്ടില്ലല്ലോ. ഗവൺമെന്റ് തന്നെ ഫ്ലാറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഫ്ലൈറ്റ് യാത്രയും ട്രെയിൻ യാത്രയും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് ഇതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു നാട് മൊത്തം കണ്ടിട്ട് പോകാൻ പറ്റും ഇങ്ങനെ ഒരു ട്രെയിനിൽ പോകുമ്പോൾ. നല്ല രസമുണ്ടായിരുന്നു. അതായത് നല്ല നല്ല വ്യൂസ് ആയിരുന്നു മൊത്തത്തിൽ. അത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സിറ്റീസ് വരുന്നുണ്ട്, പിന്നെ കുറേ വില്ലേജസ് പോലെ വരുന്നുണ്ട്, കുറേ ഗ്രീനറീസ് എല്ലാം കൂടിയും നല്ല രസമുണ്ടായിരുന്നു. പോരായിട്ട് നമ്മുടെ യാത്ര 7 hours ആണ്. അതായത് ലാസ്റ്റ് സ്റ്റേഷനാണ് നമ്മുടെ. അതുകൊണ്ട് നമ്മൾ ഇൻ കേസ് ഉറങ്ങിപ്പോയാലും ടെൻഷനൊന്നുമില്ല. കാരണം അവിടെ കുറച്ച് സമയം സ്റ്റോപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് ബാക്കിയുള്ള സ്റ്റേഷനിലൊക്കെ 2 മിനിറ്റാണ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ തീരെ ക്ഷീണമൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. എന്താ പറയാൻ, ശരിക്കും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ യാത്ര. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ്. അങ്ങനെ നല്ലൊരു യാത്രയായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ ഫോട്ടോ സെഷനിലും വീഡിയോ സെഷനിലും കയറി ബാക്ക്
to Kazakhstan weather. നല്ല വെതർ. ഇവിടെ നമുക്ക് ജാക്കറ്റ് ഒന്നും ഇടണം. ജാക്കറ്റ് ഇടണോ, പക്ഷെ മറ്റേ മൈനസ് എല്ലാം പോയിട്ട് ഇപ്പോ I don't 2 need to wear degree, jacket. 3 degree. 7. Feels like 2 degree or 3 degree. ഇതാ You don't need gloves anymore. പറഞ്ഞപ്പോ ഒരു തണുപ്പ് കൂടിയാ പൊട്ടെ. അപ്പൊ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഒക്കെ അവിടെ വേറൊരു ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും പോയി, നമ്മൾ മാത്രമേ ഉള്ളൂ. സംഭവം ഈസിയാണ്. നമ്മൾ ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് സ്കാൻ ചെയ്യുക, ഇറങ്ങുക. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു എയർപോർട്ട് കൊത്താനുണ്ട്, വലിയ സ്റ്റേഷൻ. ഇത് മെട്രോ എൻട്രൻസ്. Oh, maybe the train here. കൈ നിറയെ സമ്മാനങ്ങൾ. ഹായ്. Are you single? Are you single? Yeah, ready to meet. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇതാ വേഗം ടാക്സി എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് പോവാണ്, ഹോട്ടലിലേക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ലഗേജൊക്കെ വെച്ച് പിന്നെയും ജസ്റ്റ് പുറത്തിറങ്ങണം. കാരണം നമ്മളങ്ങനെ ടയേർഡേ ആയിരുന്നില്ല. നോർമലി നമ്മളൊരു ഫ്ലൈറ്റ് യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊന്ന് ടയേർഡാവും. ഇത് ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ഫ്രഷ് ആയെന്ന് പറയാം. പിന്നെ ഒരു പുതിയ സ്ഥലത്തേക്ക് പോവാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ ബീജിങ്ങിൽ നിന്ന് 7 hours ട്രാവൽ ചെയ്തിട്ട് ചെങ്ഡുവിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെങ്ഡു അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു ഈ ഒരു നാട് മെയിനായിട്ട് അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ റെയിനി വെതർ കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് സീസണിൽ പോയാലും ഇവിടെ മഴ പെയ്യുമെന്നാണ് പറയുന്നത്. അധികവും ഇവിടെ മഴ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ചെങ്ഡുവിൽ പോകുമ്പോൾ എപ്പോഴും അംബ്രല കൂടെ കരുതുന്നത് നല്ലതാന്ന് പറയും. ഇതൊക്കെ ഷാന് പറഞ്ഞതാണ്, പക്ഷെ അത് സത്യമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഹോട്ടലിലെത്തി. നമ്മുടെ ക്രൗൺ പ്ലാസയിലായിരുന്നു റൂം ബുക്ക് ചെയ്തത്. ടൗണിൽ തന്നെയായിരുന്നു, അതായത് സെൻട്രലിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈസി ആയിരുന്നു. അങ്ങനെ നമ്മൾ We got a mini upgrade from our last hotel. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ക്രൗൺ പ്ലാസയിലാണ്. അപ്പോൾ എനിക്കൊന്ന് ബാഗിൽ എടുത്തു വെച്ചിട്ട് പിന്നെ ഇറങ്ങണം, ഒന്ന് വാഷ്റൂമിലൊക്കെ പോട്ടെ. We are in the center of the city. അതുകൊണ്ട് സുഖമാണ്, നമുക്ക് വണ്ടിയൊന്നും പിടിക്കണ്ട, ജസ്റ്റ് നടന്നാൽ മതി. Here from Beijing is completely different. Everything changed. We're only in the second hour. ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ബുള്ളറ്റ് ട്രെയിനിലുള്ള വിശേഷങ്ങളൊക്കെയാണ് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇത് നമ്മളെടുത്ത റൂമാണ്. നമ്മൾ 2 bedroom എടുത്തത്. അങ്ങനെ പിന്നെ ഇത് ആസ് യൂഷ്വൽ പിന്നെ നല്ല വാഷ്റൂമാണ്. ശരിക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ നമ്മളൊന്ന് നന്നായി ഫ്രഷൊക്കെ ആയിട്ട് ഒന്ന് വേഗം തന്നെ പുറത്തൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട് ചൈനയിൽ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ Masalama.